നമസ്കാരം. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇൻഡെക്സ് പോസിറ്റീവ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇൻഡെക്സ് 0.76% ഉയർന്ന് 19,133 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. നിഫ്റ്റി ബാങ്ക് 0.74% ഉയരുകയും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ 1% മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 1496ഓളം സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെന്റവും 636ഓളം സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷറും പ്രകടമായിരുന്നു. സെക്ടോറിയൽ ഇൻഡിസസ് പരിശോധിച്ചാൽ ഒറ്റ സെക്ടർ പോലും നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയില്ല എന്നുള്ളതും ഒരു പ്രധാന സവിശേഷതയാണ്. അതിൽ തന്നെ PSU ബാങ്ക്, മെറ്റൽ, ഇൻഫ്ര, PSE തുടങ്ങിയ സെക്ടറുകളിലായിരുന്നു ഏറ്റവും അധികം ബൈയിങ് മൊമെന്റം കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഔട്ട് പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കാണ് KEI ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. 23,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 47.60ഉം ഡിവിഡന്റ് ഈൽഡ് 0.12%. കേബിൾ ആൻഡ് വയർ സെഗ്മെന്റിലെ മിഡ് ക്യാപ് കാറ്റഗറിയിൽപ്പെട്ട ഹൈ ഗ്രോത്ത് സ്റ്റോക്കായ KEI ഇൻഡസ്ട്രീസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 4.25% ഉയർന്ന് 2,575 ക്ലോസിംഗ് നൽകി. മികച്ച ക്വാർട്ടർലി റിസൾട്ടും മാനേജ്മെന്റിന്റെ കമന്ററിയുമാണ് റാലിക്ക് പിന്നിലെ പ്രധാന കാരണം. ക്വാർട്ടർലി റിസൾട്ട് പരിശോധിക്കാം. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 31% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 140 കോടിയായി മാറിയിട്ടുണ്ട്. കമ്പനിയുടെ റവന്യൂ 21% വർദ്ധിച്ച് 1,946 കോടി രൂപയുടെ റവന്യൂ കമ്പനി നേടുകയും ചെയ്തു. ഏർണിംഗ് പെർ ഷെയർ 11 രൂപ 86 പൈസയിൽ നിന്നും 15 രൂപ 54 പൈസയിലേക്ക് ഉയർന്നു. മികച്ച ക്വാർട്ടർലി റിസൾട്ടിന്റെ പശ്ചാത്തലത്തിൽ പ്രമുഖ ബ്രോക്കേജായ പ്രഭുദാസ് ലീലാധർ KEI ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 2,908 രൂപയുടെ ടാർഗറ്റ് നൽകി. 2025 ഫിനാൻഷ്യൽ ഇയറോടുകൂടി കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് 16 മുതൽ 17% ഉയരുമെന്നും കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിനിൽ 11% വർധനവ് ഉണ്ടാകുമെന്നുള്ള മാനേജ്മെന്റിന്റെ കമന്ററിയും വളരെ ശ്രദ്ധേയമാണ്. ഈ കമന്ററിയുടെയും സ്റ്റോക്കിന്റെ പെർഫോമൻസിന്റെയും പശ്ചാത്തലത്തിലാണ് പ്രഭുദാസ് ലീലാധർ ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. കമ്പനിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അനിൽ ഗുപ്ത പറയുന്നത് 2025 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയിൽ നിന്നും 16 മുതൽ 18%-ഓളമുള്ള ഗ്രോത്ത് ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. EBITDA 10.5-നും 11%-നും ഇടയിലേക്ക് ഉയർന്നേക്കാം. ഇതിനുള്ള പ്രധാന കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഗുജറാത്തിലെ ഓൺ ഗോയിങ് പ്രോജക്ട് കമ്മീഷൻഡ് ആകാൻ പോവുകയാണ്. ഈ ഓൺ ഗോയിങ് പ്രോജക്റ്റിൽ നിന്നുള്ള കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ 2025 ഫിനാൻഷ്യൽ ഇയറിലെ ഫൈനൽ ക്വാർട്ടറോടുകൂടി ആരംഭിക്കും. ഇതുവഴി ഓരോ വർഷവും 4,500 കോടി രൂപയുടെ അഡീഷണൽ റവന്യൂ അല്ലെങ്കിൽ എക്സ്ട്രാ റവന്യൂ കമ്പനി ജനറേറ്റ് ചെയ്യും. കൂടാതെ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് സെഗ്മെന്റിൽ കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ്. 300%-ഓളം ഗ്രോത്ത് ആണ് എക്സ്ട്രാ ഹൈ വോൾട്ടേജ് സെഗ്മെന്റിൽ നിന്നും കമ്പനി പ്രതീക്ഷിക്കുന്നത്. ഇതുവഴി 500 മുതൽ 600 കോടി രൂപയുടെ റവന്യൂ ഈ ഒരൊറ്റ സെഗ്മെന്റിൽ നിന്നും ജനറേറ്റ് ആകും. കേബിൾ ആൻഡ് വയർ സെഗ്മെന്റിലും കേബിൾ ആൻഡ് വയറിന്റെ ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. പ്രത്യേകിച്ചും ഇൻഫ്രാസ്ട്രക്ചർ ഡിമാൻഡും എക്സ്പോർട്ടും ഉയരുന്ന സാഹചര്യത്തിൽ. ഈ കമന്ററിയുടെ പശ്ചാത്തലത്തിലും കമ്പനിയുടെ പെർഫോമൻസിന്റെ പശ്ചാത്തലത്തിലും KEI ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ പൊസിഷണൽ ട്രേഡിംഗിന് വേണ്ടി പരിഗണിക്കാം. സ്റ്റോക്കിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിലും 2,400, 2,280 തുടങ്ങിയ ലെവലുകളാണ് സ്റ്റോക്കിന്റെ പ്രധാന സപ്പോർട്ട്. സപ്പോർട്ടിലെത്തിയതിനു ശേഷം സ്റ്റോക്കിന് ഹയർ സൈഡിലേക്ക് നീങ്ങുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. 2,400 എന്ന സപ്പോർട്ട് ടച്ച് ചെയ്തതിനു ശേഷം സ്റ്റോക്ക് 2,575 ട്രേഡ് ചെയ്യുന്നു. 2,750 എന്ന ടാർഗറ്റ് അല്ലെങ്കിൽ 2,780 ആണ് സ്റ്റോക്കിന്റെ നെക്സ്റ്റ് റെസിസ്റ്റൻസ്. രണ്ടാമത്തെ സ്റ്റോക്ക് SRF കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 2.5% ഉയർന്ന് 2,240 ക്ലോസിംഗ് നൽകി. 66,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 38.30ഉം ഡിവിഡന്റ് ഈൽഡ് 0.36%. ക്വാർട്ടർലി റിസൾട്ടിൽ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും മാനേജ്മെന്റിന്റെ കമന്ററിയുടെയും കമ്പനിയുടെ അഗ്രസീവ് എക്സ്പാൻഷൻ പ്ലാനിന്റെയും പിൻബലത്തിലാണ് സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. റീസെന്റ് അപ്ഡേറ്റ് പരിശോധിച്ചാൽ ഗുജറാത്തിലെ ദഹേജ് എന്ന സ്ഥലത്ത് അഗ്രോ കെമിക്കൽ ഇന്റർമീഡിയറ്റ്സ് നിർമ്മിക്കുന്നതിന് വേണ്ടി 235 കോടി രൂപയുടെ ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. 600 മില്യൺ ടൺ പെർ ആനം എന്ന റേറ്റിലുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണ് പ്ലാന്റിനുള്ളത്. ഈ പ്ലാന്റിന്റെ പ്രവർത്തനം 10 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. ഇതുകൂടാതെ കമ്പനി കഴിഞ്ഞ ക്വാർട്ടറിൽ 16.08 കോടി രൂപ ഫാർമ ഇന്റർമീഡിയറ്റ്സ് ആയ അൺഹൈഡ്രസ് ഹൈഡ്രോജൻ ക്ലോറൈഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി ദഹേജ് എന്ന സ്ഥലത്തെ പ്ലാന്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു.
കൂടാതെ SRF 604 കോടി രൂപ മുടക്കി 4 പുതിയ അഗ്രോ കെമിക്കൽ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് കഴിഞ്ഞ നവംബർ മാസത്തിൽ പെർമിഷൻ നൽകിയിരുന്നു. കൂടാതെ 9.8 കോടി രൂപ മുടക്കി ഫാർമ സെക്ടറിൽ ഒരു കിലോ ലാബ് സ്ഥാപിക്കാനും കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ആൾറെഡി കമ്പനിയുടെ PTFE പ്രോജക്റ്റ് കംപ്ലീറ്റ് ആകാൻ പോവുകയാണ്. 489 കോടി രൂപയാണ് കമ്പനി PTFE പ്രോജക്റ്റിന് മുടക്കിയത്. ഈ പ്രോജക്റ്റ് ഉടൻ തന്നെ കമ്മീഷൻ ആവുകയും ചെയ്യും. ഇത്തരം അഗ്രസീവ് എക്സ്പാൻഷൻ പ്ലാനുകളുടെ പിൻബലത്തിലാണ് SRF എന്ന സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. ഈ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 37% ഇടിഞ്ഞിരുന്നു. കമ്പനിയുടെ പ്രോഫിറ്റ് 480 കോടിയിൽ നിന്നും 300 കോടിയിലേക്കാണ് ഇടിഞ്ഞത്. കമ്പനിയുടെ റവന്യൂ 3760 നിന്നും 3206 ഇടിഞ്ഞിരുന്നു. കമ്പനി മോശം പെർഫോമൻസ് കാഴ്ചവെച്ചതിന്റെ പിന്നിലെ പ്രധാന കാരണമായി മാനേജ്മെന്റ് പറയുന്നത് ഡീസ്റ്റോക്കിങ്ങും ഇൻവെന്ററി റാഷണലൈസേഷനുമാണ്. എന്നാൽ 2024 ഫിനാൻഷ്യൽ ഇയറിലെ സെക്കൻഡ് ഹാഫോടുകൂടി ഈ സിറ്റുവേഷനിൽ മാറ്റം വന്നേക്കാം. 2025 ഫിനാൻഷ്യൽ ഇയറോടുകൂടി കമ്പനി വീണ്ടും അതിന്റെ ഗ്രോത്ത് പാത്തിലേക്ക് എത്തുമെന്നാണ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കപ്പാസിറ്റർ ഗ്രേഡ് BOPP ഫിലിം മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി 275 കോടി രൂപയുടെ ഒരു പ്ലാന്റ് കമ്പനി ഇൻഡോറിൽ സ്ഥാപിക്കുകയാണ്. അഗ്രസീവ് ബിസിനസ് എക്സ്പാൻഷൻ തന്നെയാണ് SRF എന്ന കമ്പനിയിൽ കാണാൻ സാധിക്കുന്നത്. 15,000 കോടി രൂപയ്ക്ക് അടുത്ത് ടേൺ ഓവറുള്ള SRF എന്ന കമ്പനി പ്രധാനമായും കെമിക്കൽ ഇന്റർമീഡിയേറ്റ്സിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റുകളും ഇൻഡസ്ട്രിയൽ ഐറ്റങ്ങളും മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഫ്ലൂറോ കെമിക്കൽ, സ്പെഷ്യാലിറ്റി കെമിക്കൽ, പാക്കേജിംഗ് ഫിലിം, ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ്, കോട്ടഡ് ആൻഡ് ലാമിനേറ്റഡ് ഫാബ്രിക്സ് എന്നിവയാണ് കമ്പനി പ്രധാനമായും മാനുഫാക്ചർ ചെയ്യുന്നത്. ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ 2200, 2250 തുടങ്ങിയ റേഞ്ചുകൾ SRFന്റെ സ്ട്രോങ് സപ്പോർട്ട് റേഞ്ചാണ്. പല പ്രാവശ്യം സ്റ്റോക്ക് ഇതേ റേഞ്ചിൽ എത്തിയതിനു ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അതേസമയം റെസിസ്റ്റൻസ് നോക്കിയാൽ റെസിസ്റ്റൻസ് മുമ്പ് 2780 ആയിരുന്നു. അവിടെ നിന്നും റെസിസ്റ്റൻസ് 2500 എത്തിയിട്ടുണ്ട്. അതായത് റെസിസ്റ്റൻസ് ഡൗൺ സൈഡിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. ടെക്നിക്കലി ഇവിടെ നമ്മൾക്കൊരു ട്രയാങ്കുലർ പാറ്റേൺ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ട്രയാങ്കുലർ പാറ്റേൺ വന്നാൽ ചിലപ്പോൾ സ്റ്റോക്കിൽ ബ്രേക്ക്ഔട്ടോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണോ സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്നിരുന്നാലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ അഗ്രസീവ് ബിസിനസ് എക്സ്പാൻഷൻ പ്ലാനിന്റെ പശ്ചാത്തലത്തിൽ SRF എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്